ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ആത്മാവിന്റെ ശുശ്രൂഷകന്മാരായി തീരണമെന്നുള്ളതാണ്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. Now the Lord is the Spirit, and when the Spirit of the Lord is, there is freedom. Hallelujah. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്നവരായി ശുശ്രൂഷിപ്പാനാ ദൈവം ആഗ്രഹിക്കുന്നത്. Hallelujah. നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന അടിമനോദത്തിൽ കിടക്കുന്നതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനും അവരെ അതിലേക്ക് കൽപ്പിച്ചാക്കുവാനുമായുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നിരിക്കുന്നത്. ദൈവം ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. മറ്റുള്ളവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. ആത്മാവിൽ ശക്തിപ്പെട്ടവർക്ക് എന്ന് വെച്ചാൽ സ്വയത്തിൽ ആശ്രയിക്കാത്തവർക്ക് ആത്മാവിന്റെ ശുശ്രൂഷകന്മാരായി തീരുവാൻ കഴിയും. പൗലോസ് തന്റെ സ്വയത്തിൽ ആശ്രയിച്ചില്ല. താൻ ആശ്രയിച്ചത് എവിടെ? തന്നെ നേർവീതി എന്ന തെരുവീതിയിൽ തന്നെ പിടിച്ചു ഒട്ടിക്കി മടക്കിയ ഹല്ലേലൂയ തന്റെ പഴയ ജീവിതത്തിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ നയിച്ച ആ കർത്താവിന്റെ ശക്തിയിൽ താൻ ആശ്രയിക്കുവാൻ തയ്യാറായപ്പോൾ പ്രിയമുള്ളവരെ ഹല്ലേലൂയ അവിടുന്ന് തന്നെ ആത്മാവിന്റെ ശുശ്രൂഷകനായി ഒരു ചേഞ്ച് ഓവർ ചെയ്തു. സക്കറിയാവിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സക്കറിയാവേ, നിന്റെ ശക്തിയാലല്ല നീ പ്രവചിക്കുന്നത്, നിന്റെ ആരോഗ്യത്താലല്ല നീ പ്രവചിക്കുന്നത്, നിന്റെ വിദ്യാഭ്യാസത്താലല്ല നീ പ്രവചിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങോട്ട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ശക്തിയാണെന്ന് നീ ധരിക്കരുത്. ഹല്ലേലൂയ, എന്റെ ശക്തി കൊണ്ടാണ് നീ ഇത് സംസാരിക്കുന്നത് എന്ന് സക്കറിയാവോട് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ദൈവസഭയെ നമ്മൾ ഇന്നായിരിക്കുന്നത്, നമ്മൾ ഇന്ന് കടന്നു വന്ന സാഹചര്യത്തിൽ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിലുള്ള ഇരിക്കുന്നത് നമ്മുടെ പിടിക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രം. ഒരു മനുഷ്യനെ വളരെ ചേഞ്ച് ആക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. എക്സാമ്പിൾ ഉണ്ട്, മോശയുടെ ജീവിതത്തിൽ വളരെ വലിയ വ്യത്യാസമാണ് ദൈവവുമായി താൻ ഇടപെട്ടപ്പോൾ, എൻകൗണ്ടർ വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? അവനെ തന്നെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തു, അവനെ തന്നെ സമർപ്പിച്ചു, തന്റെ കുറവെന്ന് വെളിപ്പെടുത്തി. സംസാരിക്കാൻ ഒരു കഴിവുമില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ അങ്ങനെ സംസാരിക്കാം, അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ കഴിയും, അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. കഴിയാൻ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ ഒരു കഴിവുമില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മോശയോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നീ സംസാരിക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ, നിന്റെ നാവിനോടുകൂടെ ഞാൻ ഇരിക്കുമെന്ന് മോശയോട് ദൈവം പറഞ്ഞ ആ സമയം മുതൽ തന്റെ സ്വഭാവത്തിന്, തന്റെ വാക്കുകൾക്ക് ദൈവം വ്യത്യാസം വരുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകട്ടെ. കർത്താവേ, ഞാനൊന്നുമില്ല, എനിക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ശുശ്രൂഷകനായി തീരണം, എനിക്ക് അങ്ങയുടെ ആത്മാവ് പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം, അതിന് എന്നെ ഒന്ന് പ്രാപ്തനാക്കണം. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.